എല്ലാവർക്കും ഓട്ടോടെക്റ്റീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വീഡിയോയിലൂടെ മാരുതിയുടെ പുതിയ എഞ്ചിനായ K12N എഞ്ചിൻ്റെ അകത്ത് വരുന്ന സെൻസറുകളും അതിൻ്റെ ലൊക്കേഷനും ഫംഗ്ഷനും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള ആക്ച്വേറ്ററുകൾ, അതുപോലെ തന്നെ ഈ പറയുന്ന കൺട്രോൾ യൂണിറ്റുകൾ, അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. എന്നാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സെൻസറുകളുടെയൊക്കെ ലൊക്കേഷനും ഫംഗ്ഷനും വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ എയർ ഇൻടേക്ക് സിസ്റ്റമാണ് നോക്കുന്നത്. എയർ ഇൻടേക്ക് സിസ്റ്റത്തിൽ എയർ ഫിൽട്ടറായിട്ട് വരുന്ന ഈ ഒരു സെൻസറിൻ്റെ പേരെന്ന് പറയുന്നത് MAF സെൻസർ വിത്ത് IAT ആണ്. അതായത് ഇതിൻ്റെ അകത്ത് MAFൻ്റെ മാസ് എയർ ഫ്ലോ ഡിറ്റക്ട് ചെയ്യും, അതോടൊപ്പം തന്നെ ഇൻടേക്ക് എയറിൻ്റെ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യും. ഇനി അടുത്തതായിട്ട് കാണുന്നത് MAP സെൻസറാണ്. മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ സെൻസർ എന്ന് പറയും. ഇത് ത്രോട്ടിൽ ബോഡിയുടെ തൊട്ട് പുറകിലായിട്ട് മാനിഫോൾഡിലായിരിക്കും ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അടുത്തായിട്ട് നമുക്ക് എക്സോസ്റ്റ് സിസ്റ്റമാണ്. എക്സോസ്റ്റ് സിസ്റ്റത്തിൽ മുകളിലായിട്ട് കാണുന്ന ആ സെൻസർ ഹീറ്റഡ് O2 സെൻസറാണ്. O2 സെൻസർ 1 എന്ന് പറയും. എക്സോസ്റ്റ് ഗ്യാസിലുള്ള ഓക്സിജൻ്റെ അളവ് ECMനെ അറിയിക്കുക എന്നുള്ളതാണ് ഈ സെൻസറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് താഴെ വരുന്ന സെൻസർ എന്ന് പറയുന്നത് O2 സെൻസർ 2 ആണ്. O2 സെൻസർ 2ൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാറ്റലിക് കൺവെർട്ടറിൻ്റെ വർക്കിംഗ് പെർഫെക്റ്റ് ആണോ എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് കാറ്റലിക് കൺവെർട്ടറിന് മുൻപ് വരുന്ന എക്സോസ്റ്റ് ഗ്യാസിലുള്ള ഹാംഫുള്ളായിട്ടുള്ള ഗ്യാസുകളൊക്കെ കൺവെർട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റുകളൊക്കെ ചേഞ്ച് ആയിട്ട് പുറത്തേക്ക് വരുന്നത് നോൺ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസുകളാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് O2 സെൻസർ 2 വെച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണുന്ന CMB സെൻസറാണ്. ഈ വാഹനത്തിൽ 2 CMB അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ കാണുന്ന എക്സോസ്റ്റ് സൈഡ് CMB സെൻസറാണ്. അതായത് എക്സോസ്റ്റ് സൈഡ് ക്യാം ഷാഫ്റ്റിൻ്റെ പൊസിഷൻ മെഷർ ചെയ്ത് അത് ECMനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലായിട്ട് തൊട്ടിപ്പുറ ഇൻലെറ്റ് സൈഡായിട്ട് വരുന്ന ഇൻടേക്ക് ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസറാണ്. K12N സീരീസ് എഞ്ചിനാണ് ഇതുപോലെ 2 ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ വരുന്നത്. ഇത് സിലിണ്ടർ ഹെഡിലായിട്ടായിരിക്കും ഈ സെൻസറുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അടുത്തായിട്ടുള്ള CKP സെൻസറാണ്. CKP സെൻസർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എഞ്ചിൻ്റെ ബാക്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിലായിട്ടായിരിക്കും. അതായത് ഓൾട്ടർനേറ്ററിൻ്റെ ഇടയിലായിട്ടാണ് ഈ സെൻസർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. CKP സെൻസറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പൊസിഷൻ ECMനെ അറിയിക്കുക എന്നുള്ളതാണ്. അടുത്ത നമ്മളിപ്പോൾ കാണുന്നത് ECT സെൻസറാണ്. എഞ്ചിൻ കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസർ. ഈ സെൻസർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തെർമോസ്റ്റാറ്റ് കേസിൽ അല്ലെങ്കിൽ അതിനടുത്തായിട്ടായിരിക്കും ഈ സെൻസർ വരുന്നത്. ഈ സെൻസറിൽ നിന്നുള്ള സിഗ്നലിനെ ബേസ് ചെയ്തിട്ടാണ് റേഡിയേറ്റർ ഫാനെയും അതുപോലെ എഞ്ചിൻ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ ECMനെ അറിയുകയും ചെയ്യുന്നത്. ഇത് ഓയിൽ ടെമ്പറേച്ചർ സെൻസറാണ്. ഇത് സിലിണ്ടർ ബ്ലോക്കിലായിട്ടായിരിക്കും ഫിക്സ് ചെയ്യുക. K12N-നെല്ലാം ഓയിൽ പ്രഷർ സെൻസർ ഉണ്ടാവും. സിലിണ്ടർ ബ്ലോക്കിലായിരിക്കും ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് OP സ്വിച്ചാണ്. ഓയിൽ പ്രഷർ സ്വിച്ചാണ്. അതായത് സിലിണ്ടർ ഹെഡിലാണ് ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. എഞ്ചിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇത് വന്നിട്ടുണ്ടാവുക. ഈ സ്വിച്ചിൽ നിന്നുള്ള സിഗ്നൽ വെച്ചിട്ടാണ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ ഓയിലിൻ്റെ വാർണിംഗ് ലാമ്പിനെ ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് OC വാൽവാണ്. ഓയിൽ കൺട്രോൾ വാൽവ്. K12N എഞ്ചിനായത് കാരണത്താൽ 2 OC വാൽവ് ഇതിനുണ്ടാവും. ഇൻടേക്ക് സൈഡും എക്സോസ്റ്റ് സൈഡും OC വാൽവുണ്ട്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഞ്ചിൻ്റെ ക്യാം ഷാഫ്റ്റിനെ അഡ്വാൻസ് ചെയ്യും റിട്ടാർഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് വെച്ചിട്ട് നമുക്ക് NOx കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എഞ്ചിൻ്റെ പവർ, പൊല്യൂഷൻ, മൈലേജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇത് ടൈമിംഗ് കവറിലായിട്ടാണ് ഈ ഓയിൽ കൺട്രോൾ വാൽവ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അടുത്തത് കാനിസ്റ്റർ പർജ് വാൽവാണ്. പർജ് വാൽവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂവൽ ടാങ്കിലുള്ള വേപ്പർ ഗ്യാസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനെ എഞ്ചിൻ്റെ അകത്തേക്ക് ആവശ്യാനുസരണം കടത്തിവിട്ട് കത്തിച്ച് വിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാരണത്താൽ നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് അറിയും. ഇനി അടുത്തായിട്ടുള്ള ഫ്യൂവൽ ഇഞ്ചക്ടറാണ്. നമുക്ക് ഈ വാഹനത്തിന് മൊത്തം 8 ഇഞ്ചക്ടറാണ് വരുന്നത്. ഒരു സിലിണ്ടറിൽ 2 ഇഞ്ചക്ടർ വെച്ചിട്ടായിരിക്കും വരിക. ഇഞ്ചക്ടറിന് നമുക്ക് സിലിണ്ടർ ഹെഡിലായിട്ടായിരിക്കും ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഫ്യൂവലിനെ സപ്ലൈ ചെയ്യാനാണ് ഇഞ്ചക്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സിലിണ്ടറിലേക്ക് 2 ഇഞ്ചക്ടർ വെച്ചിട്ടായിരിക്കും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ടാവുക. ഇത് റിവേഴ്സ് സ്വിച്ചാണ്. ഗിയർ ബോക്സിന് മുകളിലായിട്ടാണ് വരിക. നമ്മൾ റിവേഴ്സ് ഗിയറിലിട്ട് കഴിയുമ്പോൾ റിവേഴ്സിൻ്റെ ലൈറ്റിനെ ഓണാക്കുന്ന ഈ ഒരു സ്വിച്ചിൽ നിന്നുള്ള സിഗ്നലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഗിയർ ബോക്സിൻ്റെ മുകളിലായിട്ടാണ് ആ സെൻസർ ഉണ്ടാവുക. ഇത് ന്യൂട്രൽ സ്വിച്ചാണ്. നമ്മുടെ സെലക്ടർ ഷാഫ്റ്റിൻ്റെ അടുത്തായിട്ടായിരിക്കും ഈ ന്യൂട്രൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ടാവുക. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ ഗിയറിൻ്റെ പൊസിഷൻ അറിയാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ന്യൂട്രലാണോ എന്നുള്ളത് ECMനെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ടാവുക. അടുത്തത് ECM ആണ്. ECM നമുക്ക് ഈ പറയുന്ന ബാറ്ററിയുടെ ഒരു സൈഡിലായിട്ടായിരിക്കും ECM വന്നിട്ടുണ്ടാവുക. ഇനി അതിന് തൊട്ട് താഴെയായിട്ട് കാണുന്നത് ABS കൺട്രോൾ മൊഡ്യൂളാണ്. അതായത് ESP വിത്ത് ABD യൂണിറ്റ്, ഒറ്റ യൂണിറ്റ് ആയിട്ടായിരിക്കും ഈ ഒരു സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതും ഈ പറയുന്ന ലെഫ്റ്റ് സൈഡ് തന്നെയാണ് വരുന്നത്. അടുത്ത ഇഗ്നേറ്ററാണ്. 4 സിലിണ്ടർ എഞ്ചിനായ കാരണത്താൽ 4 ഇഗ്നേറ്ററോട് കൊടുത്തിട്ടുണ്ടാവും. സിലിണ്ടർ ഹെഡിലായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവും. അടുത്തായി കൊടുത്തിരിക്കുന്നത് AC റെഫ്രിജറൻറ്റ് പ്രഷർ സെൻസറാണ്. ഇത് ഹൈ പ്രഷർ ലൈനിലാണ് കൊടുത്തിട്ടുണ്ടാവുക. ഇതിൽ നിന്നുള്ള സിഗ്നലിനെ ബേസ് ചെയ്തിട്ടാണ് AC കംപ്രസറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. ഇത് ഇലക്ട്രിക്കൽ ത്രോട്ടിൽ ബോഡിയാണ്. ETB APB സെൻസറിൽ നിന്നുള്ള സിഗ്നലിനെ ബേസ് ചെയ്തിട്ട് ECM
ETBനെ കൺട്രോൾ ചെയ്യും. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ത്രോട്ടിലിനെ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഒരു യൂണിറ്റാണ്. ഇതിനുള്ളിൽ തന്നെയാണ് ഇതിൻ്റെ IAC യൂണിറ്റും വരുന്നത്. ഇത് EGR വാൽവാണ്. എക്സോസ്റ്റ് ഗ്യാസിനെ ഇൻടേക്കിലേക്ക് കടത്തി വിട്ടിട്ട് നമ്മുടെ NOxൻ്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സംവിധാനമാണ്. EGR വാൽവ് നമുക്ക് പെട്രോൾ വാഹനങ്ങളിൽ K12N സീരീസിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ സിലിണ്ടർ ഹെഡേലായിട്ടായിരിക്കും ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ഇത് AC കംപ്രസറാണ്. AC കംപ്രസർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എഞ്ചിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ്. AC കംപ്രസറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോ പ്രഷർ ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഓൾട്ടർനേറ്ററാണ്. ഓൾട്ടർനേറ്റർ നമുക്ക് കാണാൻ സാധിക്കുന്നത് എഞ്ചിൻ്റെ ബാക്ക് സൈഡിലായിട്ടായിരിക്കും ഓൾട്ടർനേറ്റർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓൾട്ടർനേറ്ററിന് ഡ്രൈവ് കൊടുക്കുന്നത് എഞ്ചിനിൽ നിന്നുള്ള V ബെൽറ്റ് വഴിയായിട്ടാണ്. ഇതൊരു സ്മാർട്ട് ഹൈബ്രിഡ് വാഹനം അല്ലാത്തതിനാൽ സാധാരണ വാഹനങ്ങളിലെ പോലെയുള്ള ആൾട്ടർനേറ്റർ തന്നെയാണ് ഈ വാഹനത്തിന് ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.